പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയയിൽ എത്തി 17 വർഷത്തിന് ശേഷമാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. ഊഷ്മളമായ സ്വീകരണമാണ് അബുജയിലെ ഭാരതീയ സമൂഹം പ്രധാനമന്ത്രിക്ക് ഒരുക്കിയത്. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 6 ദിവസം നീളുന്ന വിദേശ പര്യടനത്തിനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി പുറപ്പെട്ടത്. നൈജീരിയ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ബ്രസീലിലും ഗയാനയും സന്ദർശിക്കും. ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, 17 വർഷത്തിന് ശേഷം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നു. ഊഷ്മളമായ വരവേൽപ്പ് തന്നെയല്ലേ പ്രധാനമന്ത്രിക്ക് അവിടെ ലഭിച്ചത്? തീർച്ചയായും നിഖിൽ, 2007 അവസാനമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലെത്തുന്നത്. ഇപ്പോൾ നൈജീരിയയിലെത്തിയിരിക്കുന്നത് 17 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലെത്തിയിരിക്കുന്നത്. നൈജീരിയൻ തലസ്ഥാനമായ അബുജയിൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വിശാലമായ അല്ലെങ്കിൽ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇന്ത്യൻ സമൂഹം ഉൾപ്പെടെയുള്ളവരുടെ സ്വീകരണ ചടങ്ങിലെത്തിയിരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് നൈജീരിയൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നൈജീരിയൻ സർക്കാർ ഉൾപ്പെടെ കാണുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകം. 17 വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ എത്തുമ്പോൾ നിരവധി അന്താരാഷ്ട്ര ധാരണകൾക്കാണ്, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ധാരണകൾക്കാണ് എന്ന് യാഥാർത്ഥ്യമാവുക. നമുക്കറിയാവുന്നതാണ്, 200 ദശലക്ഷം ഡോളറിന്റെ നിക്ഷേപം നടന്ന, അല്ലെങ്കിൽ ഭാരതീയരുടെ നിക്ഷേപം നടന്ന ഒരു പ്രദേശം കൂടിയാണ് നൈജീരിയ. അതുപോലെ തന്നെ നിരവധി കമ്പനികൾ, 30ഓളം കമ്പനികൾ, ഭാരതത്തിന്റെ വിവിധ കമ്പനികൾ നൈജീരിയയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വാണിജ്യപരമായി വലിയ ബന്ധം, പരസ്പര നിക്ഷേപ സാധ്യതകളുടെ വലിയൊരു ബന്ധം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ ബോല അഹമ്മദ് ടിനുബു, നൈജീരിയൻ തലസ്ഥാനമായ അബുജയിൽ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ ഏറെ പ്രാധാന്യമുള്ള നിരവധി ധാരണകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ 17 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുമ്പോൾ വൻ സ്വീകരണമാണ് ലഭിക്കുന്നത്, വലിയ പ്രതീക്ഷകളുമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, നൈജീരിയ പ്രത്യേക അതിഥിയായി 2023 ഡൽഹിയിൽ നടന്ന G20 സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. തുടർന്നും അതിശക്തമായ ബന്ധങ്ങൾ തുടരുന്നതിനുള്ള ധാരണകളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായത്. തീർച്ചയായും ഇത്തരത്തിലുള്ള നിരവധി കരാറുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. 1960 നൈജീരിയ സ്വതന്ത്രയാകുന്നത് എങ്കിൽ 1958 തന്നെ ഭാരതത്തിന്റെ നയതന്ത്ര സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നയതന്ത്ര ഓഫീസ് നൈജീരിയയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഘടകം. രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പേ തുടരുന്ന ഒരു നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഭാരതത്തെ ഏറെ ബഹുമാനത്തോടെയും ആദരവോടെയും കൂടി തന്നെയാണ് നൈജീരിയ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. തുടർന്നും ശക്തമായ ഒരു ബന്ധത്തിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നത്തെ നൈജീരിയൻ സന്ദർശനത്തിന് ശേഷം നാളെ ബ്രസീലിലേക്ക് പ്രധാനമന്ത്രി തിരിക്കും. ബ്രസീലിലെ G20 സമ്മേളനത്തിലും അതിനുശേഷം ഗയാനയിലും പ്രധാനമന്ത്രി സന്ദർശിച്ചതിന് ശേഷമായിരിക്കും ഭാരതത്തിൽ 21 തിരിച്ചെത്തുക. നിഖിൽ. ശരി ഐസൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയയിൽ എത്തി. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് അവിടെ ലഭ്യമായത്. വിവിധ നയതന്ത്ര കൂടിക്കാഴ്ചകളടക്കം പ്രധാനമന്ത്രി നൈജീരിയയിൽ നടത്തും. അടുത്ത ദിവസം തന്നെ അദ്ദേഹം ബ്രസീലും സന്ദർശിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.